നമുക്ക് ഇന്ത്യൻ പ്രതിരോധത്തെക്കുറിച്ച് പഠിക്കാം. ഫസ്റ്റ്, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പുതിയ പേര് ഇൻ്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഇൻ്റഗ്രേറ്റഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഓക്കെ. അടുത്ത്, സൈനിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം 3 കേട്ടോ. 3 ഫുള്ളായിട്ട് 3-ാം സ്ഥാനമാണ്. ഇന്ത്യൻ സായുധ സേനയുടെ പരമാധികാരി ആരെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ക്യാബിനറ്റിലാണ്. പരമാധികാരി രാഷ്ട്രപതിയാണെങ്കിലും അതിൻ്റെ ചുമതല, പ്രതിരോധ സംവിധാനങ്ങളുടെ ചുമതല കേന്ദ്ര ക്യാബിനറ്റാണ് നിർവഹിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആയിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം 3ആയിട്ട് തരംതിരിക്കുക: ആർമി, നേവി, എയർഫോഴ്സ്. പ്രതിരോധം ഉൾപ്പെടുന്ന ഭരണഘടനാ ലിസ്റ്റ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റാണ്. കരസേനയെക്കുറിച്ച്, കരസേന, നാവികസേന, വ്യോമസേന എല്ലാത്തിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ആർമിയുടെ പിതാവ് മേജർ സ്ട്രിങ്ങർ ലോറൻസ് ആണ്. കരസേനയിലെ ഏറ്റവും ഉയർന്ന ഓണററി പദവി ഫീൽഡ് മാർഷലാണ്. കരസേനയിലെ ഏറ്റവും ഉയർന്ന പദവിയാണെന്ന് ചോദിച്ചാൽ ജനറലി ഓണററി പദവിയാണ് ഫീൽഡ് മാർഷൽ. ഫീൽഡ് മാർഷൽ പദവി നൽകുന്നത് രാഷ്ട്രപതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഫീൽഡ് മാർഷൽ ജനറൽ സാം മനേക്ഷ ഇന്ത്യക്കാരനല്ല. ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച രണ്ടാമത്തെ വ്യക്തിയും ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് ജനറൽ KM കരിയപ്പ. കിപ്പർ എന്ന അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ ലെഫ്റ്റനൻറ്റ് ആരെന്ന് ചോദിച്ചാൽ പുനിത അറോറ, വനിതാ ലെഫ്റ്റനൻറ്റ്. ഇന്ത്യൻ സായുധ സേനകളിലേക്ക് ആവശ്യമായ ഓഫീസർമാരെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം അത് പൂനെയിലെ ഖടക്വാസലിലുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ്. ഏറ്റവും പഴയ കരസേന റെജിമെൻറ്റ് മദ്രാസ് റെജിമെൻ്റാണ്. ഇന്ത്യൻ കരസേനയ്ക്കു വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് പിനാക. ഇന്ത്യൻ കരസേനയുടെ അവസാനത്തെ ബ്രിട്ടീഷ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് ജനറൽ റോബർട്ട് റോയ് ബുച്ചറാണ്. ബുച്ചർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, റോയ് ബുച്ചർ. ഇന്ത്യൻ കരസേനയുടെ കമാൻഡുകളുടെ എണ്ണം 7 ഉണ്ട് കേട്ടോ. ഇന്ത്യൻ കരസേനയുടെ തെക്കൻ കമാൻഡ് സ്ഥിതി ചെയ്യുന്നത്, അതായത് കേരളം ഉൾപ്പെടുന്ന കമാൻഡ് സ്ഥിതി ചെയ്യുന്നത് പൂനെയാണ്. തെക്കൻ കമാൻഡ് പൂനെയാണ്. ഇന്ത്യയുടെ ആദ്യ ഏകീകൃത കമാൻഡ് എന്ന് ചോദിച്ചാൽ ആൻഡമാൻ നിക്കോബാർ കമാൻഡാണ്. അത് 2001 വരുന്നത് കേട്ടോ. 2001 ഇന്ത്യൻ ആർമിയുടെ എല്ലാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഒരു WWW എന്ന് പകരം അതിൽ AWAN, ആർമി വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ നമുക്കറിയാം വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്, അത് AWAN. ഓക്കെ. ഇനി സൈനിക താവളങ്ങൾ ആർമിയുടെ തന്നെ 62 കൻ്റോൺമെൻറ്റുകളുണ്ട്. ടോട്ടൽ 62 കൻ്റോൺമെൻറ്റുകൾ സ്ഥാപിച്ചത് റോബർട്ട് ക്ലൈവ് ആണ് 1765. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൻ്റോൺമെൻ്റ് എന്ന് പറയുന്നത് പഞ്ചാബിലെ ഭട്ടിൻഡയിലാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ ഏഴിമല നാവിക അക്കാഡമി. അത് കണ്ണൂരിലെ ഏഴിമലയാണ് കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ്. അടുത്ത്, നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഡിഫൻസ് കോളേജ് ന്യൂഡൽഹി. ഡിഫൻസ് അക്കാഡമി ഞാൻ നേരത്തെ പറഞ്ഞു, ഖടക്വാസ്ല, പൂനെ. ഡിഫൻസ് കോളേജ് ന്യൂഡൽഹി. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി എവിടെയാണ്? അത് ഡെറാഡൂണാണ്, IMA ഡെറാഡൂണാണ്. അടുത്ത്, ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ ആദ്യ സൈനിക കേന്ദ്രം അത് താജിക്കിസ്ഥാനിലെ ഫർക്കോർ. ഈ കമ്മ്യൂണിസം കൊടുപുടി എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് താജിക്കിസ്ഥാനാണ്. താജിക്കിസ്ഥാൻ്റെ തലസ്ഥാനം ദുഷാൻബെയാണ്. ഓക്കെ. ഇന്ത്യൻ ആർമിയുടെ ഗാനം മേരാ ഭാരത് മഹാൻ എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ യുദ്ധ ടാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് വൈജയന്ത എന്ന് പറയും, വൈജയന്ത. ഓക്കെ.